ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസിസ്റ്റൻസിയെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോയാണ്. എന്താണ് കൺസിസ്റ്റൻസി? നാം ചെയ്യുന്ന കാര്യങ്ങളിൽ സ്ഥിരത ഉണ്ടായിരിക്കുക, സ്ഥിരതയാണ് കൺസിസ്റ്റൻസി. നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്ത ശേഷം അത് നേടാനായി കൺസിസ്റ്റൻ്റായി കാര്യങ്ങൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഗോൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിനായി കൃത്യമായ ഒരു പ്ലാൻ വേണം. നമ്മൾ രാവിലെ ഒരു തീരുമാനം എടുക്കുന്നു, എനിക്ക് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല. ബാക്കിയുള്ള ജോലികളുടെ ഇടയ്ക്ക് അത് സാധിച്ചില്ല. ആ കാര്യം നാളത്തേക്ക് മാറ്റിവെച്ചു. ഇതുപോലെ തന്നെ ഓരോ ദിവസവും പ്ലാൻ ചെയ്ത കാര്യം മാറ്റിവെച്ചാൽ നമുക്കൊരു സ്ഥിരത ഉണ്ടാവില്ല. നാം എന്ത് തിരക്ക് വന്നാലും പ്ലാൻ ചെയ്ത കാര്യം എന്തായാലും ചെയ്യുക. സ്ഥിരത ഉണ്ടാവാനായി വീക്ക്ലി പ്ലാൻ ചെയ്യാം, മന്ത്ലി പ്ലാൻ ചെയ്യാം, ഇയർലി പ്ലാൻ ചെയ്യാം. ടൈം ലിമിറ്റ് വെച്ച ശേഷം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. നാം ഒരു കാര്യത്തിൽ സ്ഥിരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ നാം അതിൽ ഡൗൺ ആവുകയില്ല. കോൺഫിഡൻ്റായി മുന്നോട്ട് പോകാം. നാം ഒരു ഗോൾ സെറ്റ് ചെയ്ത ശേഷം ചെറിയ ചെറിയ പ്ലാനുകൾ റെഡിയാക്കുക. എന്നിട്ട് ആ പ്ലാനുകൾ യാഥാർത്ഥ്യമാക്കുക. എന്നിട്ട് നമ്മുടെ പ്ലാനുകൾ പ്രോഗ്രസ് ഉണ്ടാക്കുക. പ്രോഗ്രസ് ഉണ്ടാകുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനൊരു സ്ഥിരത കൈവരും. പെർഫെക്ഷൻ ഒഴിവാക്കുക. ഒരു കാര്യം ചെയ്യാനിറങ്ങുമ്പോൾ പ്രോഗ്രസ് നോക്കിയ ശേഷം കാര്യങ്ങൾ ചെയ്യുക. പ്രോഗ്രസ് നമ്മുടെ കാര്യങ്ങളെ സ്പീഡിലാക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിഷ്വലൈസേഷൻ എന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഇമാജിൻ ചെയ്യുക. അതിലൂടെ നമുക്ക് നമ്മുടെ ഗോൾ പൂർത്തീകരിക്കാൻ സാധിക്കും. സ്ഥിരമായൊരു പ്ലാൻ റെഡിയാക്കിയ ശേഷം നമ്മുടെ ഗോൾ സെറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സ്വപ്നം കാണാം. നാം ചെയ്ത് കഴിഞ്ഞതായിട്ട് കണ്ണിൽ കണ്ടു നോക്കാം. ഈസിയായി ആ പ്ലാൻ നടക്കുന്നത് കാണാം. നമുക്കൊരു വർക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ആ ചെയ്യാനുള്ള കാര്യം കണ്ണടച്ച ശേഷം ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കൂ. വളരെ പെട്ടെന്ന് തന്നെ ആ ആക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.